ശരീരകാന്തമായി സൃഷ്ടികളല്ലോ പതികന്മാർ ആത്മരക്ഷാപജ സുഖം നൽകാൻ എത്തിടുന്നു യോഹന്നാൻ യോഹന്നാൻ യോഹന്നാൻ. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. യേശുവിൻ പിറവിക്ക് മുൻപായി ജോർദാൻ നദികളിൽ വിശുദ്ധ സ്നാപക യോഹന്നാൻ നടന്നെത്തി. സക്കറിയായുടെയും എലിസബത്തിന്റെയും മകനായ യോഹന്നാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഉൾക്കൊണ്ട യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ച യോഹന്നാൻ അത് വെട്ടുകിളികളും കാട്ടുതേനും ഭക്ഷണമാക്കി ഒട്ടവിരോധം കൊണ്ട് തീർത്ത വസ്ത്രം ധരിച്ച് മരുഭൂമിയിലൂടെ നടന്നു. യോഹന്നാന്റെ ശബ്ദം മരുഭൂമിയിലെങ്ങും മാറ്റൊലിക്കൊണ്ടിരിക്കുന്നു. ജോർദാനിലെ ജനങ്ങളെല്ലാം യോഹന്നാന്റെ അടുക്കിലേക്ക് പാഞ്ഞെത്തി. അവർ പരസ്പരം ചോദിക്കുന്നു, ആരായിരിക്കും ഞാൻ? ഒരുപക്ഷെ ഒരു പ്രവാചകനായാലോ? ചിലർ പറഞ്ഞു, ഇയാളായിരിക്കുമോ വരാനിരിക്കുന്ന ക്രിസ്തു? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ കർത്താവിന്റെ ദൂതനാണ്. ഞാൻ നിങ്ങളെ ജലത്താൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെടും. എന്നാൽ എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. അവന്റെ ചെരുപ്പിന് വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ജ്ഞാനസ്നാനം നൽകപ്പെടും. അക്കാലത്ത് ജോർദാനിലെ രാജാവായിരുന്ന ഹെറോദേസിന്റെ കൊട്ടാരത്തിനും യോഹന്നാനെ കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞു. ജനങ്ങൾ മുഴുവൻ യോഹന്നാന്റെ പിന്നാലെയാണെന്നും വരാനിരിക്കുന്ന ക്രിസ്തുവിൽ അവർ അഭയം പ്രാപിച്ചാൽ അത് ഹെറോദേസിന്റെ സാമ്രാജ്യത്തിന് ഭീഷണിയാകുമെന്നും കൊട്ടാര പണ്ഡിതന്മാർ ഹെറോദേസിനെ അറിയിച്ചു. യോഹന്നാന്റെ പ്രവൃത്തികൾ ഹെറോദേസിന് വളരെയധികം അസ്വസ്ഥനാക്കി. തന്റെ ഭടന്മാരെ അയച്ച് ഹെറോദേസ് യോഹന്നാനെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. കൊട്ടാരത്തിലെത്തിയ യോഹന്നാൻ ഹെറോദേസിന്റെ ചെയ്തതിനെ ഉറക്കെ പ്രഖ്യാപിച്ചു, ഹെറോദേസ് പാപി, നീ ഒരു രാജാവാണോ മൃഗമാണോ? നിന്നുടെ പ്രവൃത്തികൾ കാണുന്ന ദൈവം, നരകാഗ്നിയിൽ നീ വെന്തു നീറും. സ്വന്തം മനുഷ്യന്റെ ഭാര്യയെ സ്വന്തമാക്കി അവളുമായി കിടപ്പറ പങ്കിടുന്ന നീയോ രാജ്യം ഭരിക്കുന്നവൻ? നീ ചെയ്യുന്നത് തെറ്റാണ്, ദൈവനീതിക്കെതിരെയാണ്. നിന്റെ പ്രവൃത്തികൾ വ്യഭിചാരത്തിന് തുല്യമാണ്. ഹെരോദ്യ, ലജ്ജയില്ല നിനക്ക്? പ്രായപൂർത്തിയായ മകളുള്ള നീ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ നീചന്റെ ഭാര്യാപത്രം അലങ്കരിക്കുന്നുവോ? നീ രാജ്ഞിയല്ല, കുരുടിയാണ്, കുരുടാ. ഹെരോദ്യയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചലിച്ചു. ഇവനെ ഇനി വെച്ചേക്കരുത്. സ്വന്തം ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ ഹെറോദേസ് യോഹന്നാനെ തടവറയിൽ അടച്ചു. അധികം നാൾ വേണ്ടി വന്നില്ല. ഹെറോദേസിന്റെ ജന്മദിനം ആഘോഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അത് രാജ്യസഭാ തലത്തിലെ പ്രമാണികളും നസ്രാണികളും ഒത്തുകൂടി എങ്ങും ആഘോഷത്തിന്റെ ആരവമായി. സദസ്സിനെ ഹരം പിടിപ്പിക്കുവാൻ തന്റെ മകൾ സലോമിയുടെ നൃത്തത്തിനായി ഹെറോദേസ് ഉത്തരവിട്ടു. അന്തലാവണ്യവും വശ്യമായ കണ്ണുകളുമുള്ള സലോമി തന്റെ അംഗവും ഭാവവും ചലിപ്പിച്ചുകൊണ്ട് അതാ നൃത്തത്തിന്റെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ലഹരി 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 പകരൂ പകരു പകരു പകരൂ, മധുസുധങ്ങൾ നിറയ്ക്കൂ നിറയ്ക്കൂ നിറയ്ക്കൂ. അത് പാനപാത്രങ്ങൾ ഓരോന്നോരോന്നോരോന്നായി നിറയ്ക്കപ്പെടുന്നു. വീണിന്റെ ലഹരിയിൽ ഉന്മാദനായ ഹെറോദേസ് തന്റെ മകൾ സലോമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സദസ്സിനെ ഇത്രയും ഹരം പിടിപ്പിച്ചത് നിന്റെ നൃത്തമാണ് സലോമി. നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് നൽകപ്പെടും. സലോമി പറഞ്ഞു, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം. നിനക്ക് അമ്മയോട് ചോദിക്കണമെന്നോ? ഇതാണ് പറ്റിയ അവസരം. ഹെറോദേ തന്റെ മകൾ സലോമിയെ അടുത്ത് വിളിച്ചുകൊണ്ട് എന്തോ രഹസ്യം പറയുന്നു. ഹെറോദേസ് പറഞ്ഞു, പറയുമോ എൻ സലോമി? സലോമി പറഞ്ഞു, ആ തടവറയിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് വെള്ളി തളികയിൽ വെച്ച് ഈ ക്ഷണം എനിക്ക് കിട്ടണം. അത് കേട്ടപ്പോൾ ഹെറോദേസ് ഞെട്ടിത്തെറിച്ചു പോയി. സർവബന്ധൻ വത്സൻ, പരീക്ഷിക്കയാണോ നീയോ? ശക്തനല്ല ഞാൻ, നീതിമാന്റെ ശക്തി തകർക്കുവാൻ ആകുകില്ല. സദസ്സിലേക്ക് കടന്നെത്തിയ ഹെറോദ്യ ഉറക്കെ പറഞ്ഞു, തന്റെ മകൾ സലോമിയുടെ ആഗ്രഹമല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. ഹെറോദേസ് പറഞ്ഞു, ഹെറോദ്യ, നീ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുക, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഹെറോദ്യ പറഞ്ഞു, അവളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെ അഭിമാനത്തിൽ കോട്ടം തട്ടും. നിസ്സഹായനായ ഹെറോദേസ് തന്റെ ഭടന്മാരെ വിളിച്ചുകൊണ്ട് കൽപ്പിച്ചു, ഈ നിൽക്കുന്ന സലോമിക്ക് തടവറയിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് ഉടൻ തന്നെ എത്തിച്ചു കൊടുക്കുക.
ആ ഉത്തരവ് പ്രകാരം ഹെറോദേസിന്റെ ഭടന്മാർ യോഹന്നാന്റെ അടുക്കിലേക്ക് ചെന്നു. തടവറയുടെ വാതിൽ തുറന്നു. തറയിൽ കിടക്കുന്ന യോഹന്നാന്റെ ഇരു കൈകളും പിറകിലേക്ക് വലിച്ചു കൊടുത്തി. ശിരസ് കുനിച്ച് സർവ്വസൈന്യാധിപൻ കണ്ണാടി കൊണ്ട് വലിച്ചൂരി ആഞ്ഞു വീശി. സിംഹഗർജനം കേൾക്കുന്നു വഹനം, അഗ്നിജ്വാലയായി വെന്തു നീറുന്നു, നീതിമാന്റെ രക്തം മണ്ണിൽ പിടയ്ക്കുന്നു, അവൻ മണ്ണിൽ പിടയ്ക്കുന്നു, എത്ര നീചം. യോഹന്നാന്റെ ശിരസ് വെള്ളിത്തളികയിൽ വെച്ച് സർവ്വസൈന്യാധിപൻ സലോമിക്ക് സമ്മാനമായി നൽകി. ഭയം നടിച്ച സലോമി ആ തളിക ഏറ്റുവാങ്ങി അമ്മയെ ഏൽപ്പിച്ചു. നിസ്സഹായനായ ഹെറോദേസ് തല കുനിച്ചു നിന്നു. കൊട്ടാര പരിശാരകുമാർ പരസ്പരം പറഞ്ഞു, എന്ത് നീതികേടാണിത്! നമ്മുടെ രാജാവിന്റെ നീതികേട്! കൊട്ടാരത്തിന്റെ നാശം അടുത്തു കഴിഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാന്റെ മരണവാർത്ത അറിഞ്ഞ് ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച ആ നീതിമാന്റെ ശരീരം അങ്ങകലെ മറവ് ചെയ്യപ്പെട്ടു. ലോകാരംഭം മുതൽ ഇന്നുവരെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാതെ നോക്കുകുത്തിയായി നിൽക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഓർക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.